ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങേതാ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകന് പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കൊടുക്കുകയാണ്, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസുള്ള ഇബാദത്ത് മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ എന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, തൗബത്തൻ നസൂഹാ, തൗബത്തൻ നസൂഹാ. ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അവന് ഇഖ്ലാസ് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു, ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അവന് ഇഖ്ലാസ് വേണമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല. എന്താണ് ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ പലർക്കും അറിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരെ ഇരുന്ന് ദുആ ചെയ്യുക. അങ്ങനെ ദുആ വല്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവേ 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 ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഡാനിയ, നീ വിളിക്കണ അള്ളാഹിക്ക് കണ്ണും കാണും ചെവിയും കേൾക്കുന്ന, നീ എന്തിനായിരുന്നു വിളിച്ചു കൂവുന്നത് എന്ന് നബിയിന റസൂലുള്ളാഹി. വല്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യ. അടുത്തവൻ വേണം, അടുത്ത വീട്ടുകാർ തന്നെ കേൾക്കണം നമ്മുടെ ദുആ. ഇങ്ങനെ ഇരുന്ന് വിളിച്ചു കൂവുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചേട്ടാ, അള്ളാഹിക്ക് കണ്ണും കാണാൻ ചെവിയും കേൾക്കാം, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കൂവണേന്ന്? ഈ പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ശബ്ദം ഉയർത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല, ഒരുപാട് ശബ്ദം താഴ്ത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല. ഒരുപാട് ശബ്ദം ഉയർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. 4 പേര് കേൾക്കണമെന്നുള്ള ചിന്ത വരും. 4 ആള് കേൾക്കണം. ഞാൻ വലിയ ദുആ ചെയ്യുന്നവനാ, മണിക്കൂർ കണക്കിന് നിന്ന് ദുആ ചെയ്യുള്ളൂ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. ഇനി ഇല്ല, മനസ്സിന്റെ അകത്ത് വെച്ച് ദുആ ചെയ്ത അപ്പോഴും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാ പറഞ്ഞ മധ്യമായ ഒരു രീതി, ശബ്ദം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും മധ്യമായ രീതിയിൽ ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയ ആർക്കാ? പള്ളിയിലെ ഉസ്താദ് ഇരുന്ന് ദുആ ചെയ്യുക, അല്ലാഹ് നരകത്തീന്ന് കാക്കല്ല, നരകത്തീന്ന് കാക്കല്ല. ഉസ്താദ് നെഞ്ചു പൊട്ടിക്കിട്ട് ദുആ ചെയ്യുന്നു. പുറകിരിക്കുന്നവനാണെങ്കിൽ നേരെ ചൊവ്വൊന്ന് കൈപിടിക്കാൻ സമയമില്ല. സഹോദര, ദുആ ചെയ്യുമ്പോൾ ഒരു അദബുണ്ടല്ലോ. ഖിബലയുടെ ഭാഗത്തേക്ക് നീ അത്തഹയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് യാചിക്കാൻ നിൽക്കുന്നവനെ പോലെ, അല്ലാഹുവിന്റെ അടിമയെ നീ ഇങ്ങനെ നിൽക്കണം. യാചിക്കുന്നവനെ പോലെ 2 കൈയും ഇങ്ങനെ നീട്ടി യാചിക്കുന്നവനെ പോലെ അദബോടെ ഖിബലയുടെ നേരെ ഇരുന്ന് നീ ദുആ ചെയ്യണം, ആമീൻ പറയണമെന്ന് പറയുമ്പോ ഇത് ആരാപ്പ അങ്ങനെ ഇരിക്കുക? ചോറുണ്ണാൻ ഇരിക്കുന്ന പോലെ ചമ്മണം കൂട്ടി 2 കൈയെടുത്ത് മടിയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടത്തിയിട്ട് ആർക്കോ വേണ്ടി ഓക്കാനിക്കാൻ ഇരിക്കുന്ന പോലെ ആമീൻ 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 തന്നെയായി പോകും. അത്ര തന്നെ. അതുകൊണ്ട് തന്നെ നിനക്ക് ദുആ സ്വീകരിക്കാത്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇഖ്ലാസ് അത് ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട രീതിയിൽ, അതിന് മണിക്കൂർ കണക്കിനുള്ള ദുആ ഒന്നും വേണ്ട. ഒരൊറ്റ വാക്കാണെങ്കിലും ആ ചോദിക്കുന്നതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ താടി വേണമെന്നൊന്നും, ഹാജിയാരാകണമെന്നോ ആലിമാകണമെന്നോ ഹാഫിളാവണമെന്നൊന്നും ഇല്ല. പാവപ്പെട്ട മുറുക്കാൻ കടയിലെ നീ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം, ചോദിക്കേണ്ടത് പോലെ. മണിക്കൂറുകളൊന്നും വേണ്ട, ഒറ്റ വാക്കുമതി. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 60 വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഒരു സ്വഹാബി മുടന്തി നടന്നു വരികയാണ്. വികലാംഗനാണ്, മുടന്തിയാണ് നടന്നു വരുന്നത്. അല്ലാഹുവിന്റെ
പ്രവാചകന്റെ മുന്നിലേക്ക് മുടന്തി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ അവനെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് യുദ്ധത്തിന് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. 60 വയസ്സുള്ള പ്രായം ചെന്ന മുടന്തനായ പ്രായം ചെന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് യുദ്ധത്തിൽ പോയി ഷഹീദാകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ മക്കൾ എന്നെ അനുവദിക്കുന്നില്ല, പ്രായമായതിന്റെ പേരിൽ എന്റെ മക്കൾ എന്നെ യുദ്ധത്തിന് വിടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ മുടന്തനാണല്ലോ, നിങ്ങൾ വികലാംഗനാണല്ലോ, നിങ്ങൾക്ക് യുദ്ധത്തിന് പോകൽ നിർബന്ധമില്ലല്ലോ, അല്ലാഹു നിങ്ങൾക്ക് ഉദർ നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ആ സമയത്ത് ആ പ്രായം ചെന്ന സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, എനിക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ പോകണം നബിയേ, എനിക്ക് യുദ്ധത്തിൽ പോകണം നബിയേ, എനിക്ക് യുദ്ധത്തിൽ പോകണം നബിയേ. 60 വയസ്സുള്ള പ്രായം ചെന്ന മുടന്തനായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് ചോദിക്കുമ്പോ മുത്തുനബി അവിടെ നിന്ന് അനുവാദം കൊടുക്കുകയാണ്. മുത്തുനബി യുദ്ധത്തിന് പങ്കെടുക്കാൻ അനുവാദം കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഊരിപ്പിടിച്ച വാളും കയ്യിൽ പിടിച്ചു അതാ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് മുടന്തി നടന്നു പോവുകയാണ്. അതാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് നേരെ നടക്കാൻ പോലും കഴിയാത്ത പാവപ്പെട്ട പ്രായമുള്ള സ്വഹാബി അവിടെ നിന്ന് മുടന്തി നടന്നു പോകുമ്പോ ഉഹദിന്റെ രണാങ്കണത്തിലെത്തുമ്പോ പടച്ചവനെ, തന്റെ ഇരു കരങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തുകയാ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചത് ഒരേ ഒരു കാര്യമാ, ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ. 2 കൈയും ഉയർത്തിയിട്ട് ചോദിച്ചു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, പടച്ചവനെ, എന്നെ ഇനി ജീവനോടെ ഇവിടെ നിന്ന് മടക്കല്ലേ അല്ലാഹ്, എന്നെ ജീവനോടെ മടക്കല്ലേ പടച്ചവരെ. ഈ യുദ്ധത്തിൽ കടന്ന്, ഈ യുദ്ധക്കളത്തിൽ കടന്ന് എനിക്ക് ഷഹീദാകണം തമ്പുരാരോ. ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. എന്റെ സഹോദരാ, പിന്നെ കൊണ്ടുപോയത് പള്ളിപ്പറമ്പിലേക്കാ, പിന്നെ ആറടി മണ്ണിലേക്കാണ് കൊണ്ടുപോയതെന്ന് ചരിത്രം പറയുമ്പോ ചോദിച്ചത് ഒരേ ഒരു വാക്ക്, പക്ഷേ ആ ചോദിച്ചതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ആ ചോദിച്ചതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു, ആ ചോദിച്ചത് അല്ലാഹു സ്വീകരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോഴാകട്ടെ, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ 2 കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ, എന്നെ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകരുത്, ജീവനോടെ എന്നെ മടക്കരുത്, എനിക്ക് ഇവിടെ കിടന്ന് ഷഹീദാകണം തമ്പുരാര് പറഞ്ഞിട്ടാ ഇറങ്ങി പോയത്. അതുപോലെ തന്നെ പോയി ചെറുപ്പക്കാരാ, ഒറ്റയ്ക്കുള്ള ദുആ നിനക്ക് പറയാൻ കഴിയുമോ? രാത്രിയുടെ നിശബ്ദതയിൽ നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞ് ദുആ ചെയ്യുമ്പോ ഈ പറയുന്ന ഇഖ്ലാസ് നിനക്കുണ്ടോ മോനെ? അടാ, ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോഴാകട്ടെ, ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുമ്പോഴാകട്ടെ, കൂട്ടമായിട്ട് ദുആ ചെയ്താൽ ആമീൻ പറയുന്നവന് ഇഖ്ലാസ് ഇല്ല, ദുആ ചെയ്യുന്നവന് ഇഖ്ലാസ് ഇല്ല. മഹാനായ ചരിത്രം കാണാ, ചരിത്രത്തിൽ കാണാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, രാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു വരികയാണ്. കിടന്നുറങ്ങുന്ന കൂട്ടുകാരനെ വിളിച്ചുണർത്തുകയാ. പാതിരാത്രി വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉത്സവപ്പറമ്പിൽ പോകാൻ
പോകാനല്ല, ഗാനമേളകൾ കേൾക്കാൻ പോകാനല്ല, വ്യഭിചരിക്കാൻ പോകാനല്ല, വൃത്തികേടുകൾ ചെയ്യാൻ പോകാനല്ല. പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നിറങ്ങുന്ന കൂട്ടുകാരന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അതാ സ്വഹാബി വിളിക്കുകയാണ്, കൂട്ടുകാരാ എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ. പാതിരാത്രി തന്റെ വീടിന്റെ അകത്ത് നിന്ന് വിളിച്ചിറക്കുകയാണ്. രണ്ടുപേര് മുതുവെടുക്കുകയാണ്, രണ്ടര കാലത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് ദുആ ചെയ്യാ സമയമാകുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന, കൂട്ടുകാരാ നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിലോ, നീ ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതെങ്കിലോ, നീ ഇഖ്ലാസോടുകൂടി ആമീൻ പറയടേ. എന്നിട്ട് എന്താ ദുആ ചെയ്തതെന്നറിയുവോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ് പടച്ചവരേ, എന്നെക്കാളും യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാ. അവനെന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ. എന്നെ തുണ്ടം തുണ്ടമായി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് വെട്ടി മുറിക്കണേ റബ്ബേ. കൂട്ടുകാരൻ ദുആ ചെയ്യുമ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് ആമീൻ പറയാ കഴിയുന്നില്ല. അവിടെന്ന് പറഞ്ഞ് സ്നേഹമുണ്ടെങ്കിൽ നീ പറ, അല്ലാഹുവേ എന്റെ കാല് വെട്ടി മുറിക്കണേ തമ്പുരാനേ, ആമീൻ എന്റെ കൈ വെട്ടി മുറിക്കണേ അല്ലാ, ആമീൻ. രണ്ടുപേരും കൂടെ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ പരിസരത്തിരുന്ന് നിസ്കരിച്ചു ദുആ ചെയ്തു. കെട്ടിപ്പിടിച്ച മുസാഫഹത്ത് ചെയ്തിട്ട് പിരിയുകയാ. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഓടുകയാ, യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്നവരുടെ നടുവിലൂടെ വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. എന്തിനാണ് ഓടിയതെന്നറിയോ? ഇന്നലെ പാതിരാത്രി തന്റെ കൂട്ടുകാരൻ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാ. സുബ്ഹാനല്ലാഹ്. ചെന്ന് നോക്കുമ്പോ കൈവെട്ടി മുറിച്ചിട്ടിട്ടുണ്ട്, കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി മുറിച്ചിട്ടിരിക്കുകയാ. പടച്ചവരേ, ആ സമയത്ത് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരാ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കഴുകിക്കളയുണ്ട്. ഇനി എന്ന് കഴുകിക്കളയാരാ ചെറുപ്പക്കാരാ? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാതെ മരിച്ചു പോയാ നീ നഷ്ടവാളിയാടാ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ കഴുകിക്കളയാതെ പള്ളിപ്പറമ്പിലേക്ക് പോകാൻ നിനക്ക് കഴിയുമോ മോരെ? അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകാൻ കഴിയുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാറുള്ളത്, പാപങ്ങള് കഴുകിക്കളയടോ. അല്ലാഹു കാരുണ്യമാരാണ്. എത്ര വലിയ പാപം ചെയ്താൽ പുറത്തു തരാൻ കഴിവുള്ളവരാണ്. എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? ഒരു മടിയും നിനക്ക് വേണ്ട, ഒരു ലജ്ജയും കാണിക്കണ്ട. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവരാ. എന്തിനാ നീ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മോനെ, ശിർക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്നോ. അതുകൊണ്ട് കഴുകിക്കളഞ്ഞു. എത്ര വലിയ പാപമാണെങ്കിലും കഴുകിക്കളഞ്ഞു. ഒരു പേടിയും വേണ്ട. നീ ചോദിക്കും, ഉസ്താദേ, ഞാൻ ഒരുപാട് പാപം ചെയ്തവരാ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? എടാ, നിനക്കല്ലടാ, നിന്നെ പോലെ നൂറുകണക്കിന് പാപികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കു പൊന്നുമോരേ. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറഞ്ഞു തരികയാ. ജീവിതത്തിൽ പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഈ ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം പറയുകയാണ്. ഏത് ചരിത്രം എന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയുടെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാ. ഉമർ തങ്ങൾ വല്ലാതെ കരയുന്നുണ്ട്, ഉമർ തങ്ങൾ വല്ലാതെ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? എന്താണ് നിനക്ക് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല നബിയേ, എന്നെ ആരും വേദനിപ്പിച്ചില്ല നബിയേ. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയുമോ? വരുന്ന വഴിയിലൊരു ചെറുപ്പക്കാരനെ കണ്ടു, വരുന്ന വഴിയിലൊരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞു ദുആ ചെയ്യുകയാ. അവര് കരയുന്നത് കണ്ടിട്ട് കരഞ്ഞതാ നബിയേ, അവന് കരയുന്നത് കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. ഈ പറയുന്നതാരാ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാ പടച്ചവനെ? ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ? അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പ്രവാചകന്റെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? ഒരുപാട് നാളുകൾ കൊണ്ട് കരയുകയാണല്ലോ മുത്തുനബിയേ. എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കൊടുത്തു. എന്നിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് 6 മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ച് 3 കെട്ടുകൾ അടിച്ചു മാറ്റി ഖബറിന്റെ മുകളിൽ പലകയെടുത്ത് നിർത്തി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഖുറാ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ മുകളിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. പള്ളിപ്പറമ്പിൽ നിന്ന് അവസാനം പോകുന്ന വ്യക്തി ഞാനാണ്. എന്തേ കാരണമെന്നറിയുവോ? എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങിപ്പോയി കഴിയുമ്പോ ആ ഖബറിന്റെ മുകളിൽ ആരും കാണാതെ ഒരടയാളം എടുത്തു വെക്കുകയാ. ഖബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെച്ചു. എന്നിട്ട് ഞാനും പള്ളിപ്പറമ്പിൽ നിന്ന് പോവുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നു. ഇശാ നമസ്കാരം കഴിഞ്ഞു. പാതിരാത്രിയായി കഴിയുമ്പോ എന്റെ നാട്ടുകാര് മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ ഞാനതാ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകും നബിയേ. അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ മണ്ണ് വെട്ടി മാറ്റുകയാണ്. ഖബറിന്റെ മുകളിൽ കിടക്കുന്ന മണ്ണ് മുഴുവനും മാറ്റി പലകയെടുത്ത് മാറ്റി ഖബറിന്റെ അകത്തിറങ്ങി ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ ഞാനതടിച്ചെടുക്കും നബിയേ. ഞാനൊരു കള്ളനാണ് നബിയേ. മയ്യത്തുകളുടെ കഫം തുണി മോട്ടിക്കുന്നവനാണ്. കൈക്ക് ശുദ്ധിയാക്കി വീട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകൾ പലരും നഗ്നരാണ് നബിയേ. മുത്തുനബിയുടെ മുന്നിലിരുന്നു കൊണ്ട് മയ്യത്തിന്റെ കഫം തുണി മോട്ടിക്കുന്ന കള്ളനായ ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് തന്റെ ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട. മുത്തുനബി പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാര് പിന്നെയും ഇരുന്ന്
കരയുകയാണ്. അല്ലാഹുവേ തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് കരയുകയാ. മുത്തുനബി ചോദിക്കുകയാണ്, ഇനി എന്തിനാ നീ കരയുന്നത്? ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഈ പാപമൊന്നുമല്ല നബിയേ, ഇതിനേക്കാളും വലിയ പാപം ചെയ്തവനാ. ആർക്ക് പുറത്തു കൊടുത്താൽ എനിക്ക് പുറത്തു തരൂല. കാരണം എന്നെക്കാളും നശിച്ചവനില്ല, എന്നെക്കാളും ഒരു ദ്രോഹിയില്ല, എന്നെക്കാളും പാപം ചെയ്ത ഒരു മനുഷ്യൻ ഈ ദുനിയാവിലില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്രയ്ക്കും വലിയ എന്ത് പാപമാ നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സ്വാലിഹത്തായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് എന്റെ നാട്ടിൽ മരിച്ചു നബിയേ. ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു. ആ പെണ്ണിന്റെ മയ്യത്തം കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി. ആ കബറിന്റെ മുകളിൽ അടയാളം വെച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. പാതിരാത്രി സാധാരണ പോകുന്നത് പോലെ പള്ളിപ്പറമ്പിലേക്ക് കടന്നു ചെന്നു. പെണ്ണിന്റെ കബറിന്റെ അകത്ത് നിന്ന് മണ്ണ് മാറ്റി കബറിന്റെ അകത്തിറങ്ങി. ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണികൾ അടിച്ചെടുത്തു, പലക തിരിച്ചെടുത്ത് വെച്ചു, മണ്ണ് വെട്ടിയിട്ടു. കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഞാനങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ നബിയേ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് വികാരം തോന്നി നബിയേ, എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും പോകുകയാണ്, ഖബറിന്റെ ചാരത്തേക്ക് കടന്നു തന്നു. അതാ മണ്ണങ്ങോട്ട് വെട്ടി മാറ്റുകയാ, പലകയെടുത്ത് മാറ്റുകയാ. ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഖബറിന്റെ അകത്ത് കൊണ്ടുപോയ ഖബറടക്കിയ പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ ആ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങൾ തളർന്നു വീണു. ഉമർ തങ്ങളുടെ ബോധം പോയി. മുത്തുനബി തളർന്നു വീണു. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. കാരണം എത്ര വലിയ പാപമോ! മരിച്ച് കബറടക്കിയ പെണ്ണിന്റെ മയ്യത്തിന് പള്ളിപ്പറമ്പിലെ കബറിനകത്തിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഫഹല്ലി മിനത്ത് തൗബ, എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ? ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നബി പറഞ്ഞതെന്തെന്നറിയോ? റബ്ബിന്റെ മുന്നിൽ കരയടാ. പാതിരാത്രി എഴുന്നേറ്റിരുന്ന് പടച്ചവനോട് പൊട്ടിക്കരന്നുകൊണ്ട് പറ, അല്ലാഹു ഏത് പാപം പുറത്തു തരുന്നവനാ? ഏതോ പാപവും പുറത്തു തരുന്നവനാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിനോട് പരമോനെ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയടോ. നീ പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കടോ. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാ. പറയേണ്ടതുപോലെ പറയണം, അല്ലാഹുവിനോട് പറയണം, പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. അല്ലാഹുവേ, ഈ ലോകത്ത് നീ പൊറുക്കുന്നത് പോലെ പൊറുക്കാ വേറെ ആരാ തമ്പുരാനേ ഉള്ളത്? അല്ലാഹുവേ, നീ കാരുണ്യവാനാണ്, നീ ദയാലുവാണ്. നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ലാഹ്. എന്റെ പാപങ്ങൾ പുറത്തുതാ തമ്പുരാനേ. ഈ ദുനിയാവെന്നെ ചതിച്ചതാണല്ലോ, ഈ ദുനിയാവിന്റെ ആഡംബരം എന്നെ ചതിച്ചതാ. പെട്ടുപോയതാ റബ്ബേ, എന്റെ നഫ്സെന്നെ പിടപ്പിച്ചതാ അല്ലാഹ്. ശൈത്താന്റെ
ചതിയിൽ പെട്ടുപോയതാ അല്ലാഹ്. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ തമ്പുരാനെ. പിന്നെയും ചെയ്തത് അഹങ്കാരമല്ല, പിന്നെയും ചെയ്തത് ധിക്കാരമല്ല, പെട്ടുപോയതാണല്ലോ. പുറത്തു തരണേ എന്ന് പറയേണ്ട രീതിയിൽ ഇഖ്ലാസോടുകൂടി ആരെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്താ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പറയേണ്ടതുപോലെ എടാ പള്ളിപ്പറമ്പി കൊണ്ടുപോയി കബറടക്കിയ പെണ്ണിന്റെ മയ്യത്ത് പള്ളി പോയിട്ട് ആ കബറ് മാന്തിയിട്ട് ആ മയ്യത്തിനെ പള്ളിപ്പറമ്പിൽ കബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും വലിയ പാപം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അത്രയ്ക്കും വലിയ പാപം ചെയ്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ പേടിക്കണേ? അത്രയ്ക്കും വലിയ ദ്രോഹമൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ എന്തിനാ ഭയപ്പെടുന്നേ? എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹിനോട് പറ, അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ വെറുതെ പറഞ്ഞാ പോരാ, ആ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടാകണം. കാക്കയുടെ തൗബ പോലെ ആകരുത്, കാക്കയുടെ തൗബ പോലെ ആകരുത്. പറയുമ്പോ അല്ലാഹുവേ പെട്ടുപോയി പടച്ചവനെ, ഇനി ഞാൻ ചെയ്യൂല, ഇത് ഉറപ്പാണ് തമ്പുരാനെ. അള്ളാഹുവിന്റെ മുന്നിൽ പറയേണ്ടതുപോലെ പറയണം. അള്ളാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് തൗബ ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നവര് കൈവക്ക്. ഇന്ന് ചെയ്യുമെന്ന് കൈവക്കടാ അനിയ. നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയുമ്പോ പൊക്കാത്തവൻ എവിടെ ഇരുന്ന് കരയും, എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. ഒന്ന് പൊക്കിക്ക്. ഇന്ന് തൗബ ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. നേരെ അരക്കയ്യന്മാരൊന്നും വേണ്ട, പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോ ഈ കൈ പൊക്കിയതിന്റെ പേര് രക്ഷപ്പെടും. അള്ളാഹു സ്വർഗം തരുമാറാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് നീ പോകണ വഴിയും മരിച്ചു, ഇവിടുന്ന് പോണ വഴി നീ മരിച്ചു. നാളെ ഓച്ചിറ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പള്ളിപ്പറമ്പില് നാളെ പെരുന്നാളിന്റെ ആഘോഷവാ. കൈവക്കാത്തവനെ കൊണ്ടുപോകുമ്പോ മറ്റുള്ള കബറാളികൾ വിളിക്കും, എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചു പോയവനെ, അള്ളാഹു നിനക്ക് ഒരുപാട് അവസരം നൽകിയിട്ടും നീ ഒന്ന് തൗബ ചെയ്തില്ലല്ലോടാ. എടാ എന്റെ മയ്യത്ത് കുടിച്ചിട്ടത് നീയല്ലേടാ പഹയ, എനിക്ക് ഖബറ് കുടിച്ചു തന്നത് നീയാ, എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയാ, എന്റെ മയ്യത്ത് ചുമന്നത് നീയാ. എടാ എനിക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല. നിനക്ക് അള്ളാഹു 30, 40, 50, 60 ഇന്നലെ രാത്രി ഒരുത്തം വാ തുറന്ന് വിളിച്ചു പറഞ്ഞില്ലേടാ, ചെയ്തുകൂടായിരുന്നോടാ. എടാ നശിച്ചു പോയവനെ, നഷ്ടവാളി, വൃത്തികെട്ടവനെ ഖബറാളികൾ മുഴുവനും ഈ കൈപൊക്കാത്തവനെ വിളിക്കും. എന്നാൽ ഈ കൈപൊക്കിയവൻ തൗബ ചെയ്യുമെന്ന് നിയത്ത് ചെയ്ത നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് മുഴുവനും നാളെ ആഘോഷവാ. എന്തേന്നറിയോ? തൗബ ചെയ്ത നിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കണവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ആരാ? തങ്ങളോ ഔലിയൊന്നും അല്ല. നിങ്ങൾ തങ്ങളോ ഔലിയായോ ഹാഫിലോ ആലിമൊന്നുമല്ല, ഹജ്ജീദൊന്നുമല്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം ഇവിടെ ഇരുന്നിട്ട് റബ്ബിന്റെ മുന്നിൽ ഞാൻ കള്ളു കുടിച്ചു പടച്ചവനെ, ഞാൻ വ്യഭിചരിച്ചു പടച്ചവനെ, ഞാൻ പലിശ തിന്നു പടച്ചവനെ, ഞാൻ നിസ്കാരം ഒരുപാട് കള്ളയാക്കി പടച്ചവനെ, പെട്ടുപോയതാ അല്ല, ഇനി ചെയ്യൂല അല്ല, നീ പുറത്തു തരണേന്ന് പറഞ്ഞ് നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ പരിസരത്ത് കിടക്കണവര് പോലും രക്ഷപ്പെട്ടു പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരാളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തു വേണം? ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ. ഈ കാക്കയുടെ കഥ പറയുന്നത് പോലെ എടുത്ത് എവിടെയോ വായിച്ചു. ഈ കാക്കയുടെ കഥ പറയുന്നത് പോലെ ആകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് സംഘാടകരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്? നിർത്താറായോ? 10:15 അല്ല 11:15 നിർത്താറായ? നിങ്ങൾ പറ. ബോറടിക്കണമെങ്കിൽ പറയണപ്പാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരെണ്ണം കൂടെ പറയാതിരിക്കാമല്ലോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
അപ്പൊ ഒന്ന് ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യണം. ആ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. 2 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു 2 നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആ സ്വീകരിക്കണമെങ്കിൽ 2ാമത്തെ കാര്യം എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹ്. എന്താ ഒരു കുറവില്ലപ്പാ, ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇതുവരെ അറിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ കുത്തിക്കിട്ടടക്ക അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് തന്നെ. ടിവിയുടെ ഫ്രണ്ട് ഇരുന്നു അസ്തഗ്ഫിറുല്ലാഹ്, എവിടെ നോക്കിയാലും അസ്തഗ്ഫിറുല്ലാഹ്. എന്താ അസ്തഗ്ഫിർ എന്നറിയോ? എടാ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങൾ മുഴുവനും നീ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ആ പാപം പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരൊറ്റ പ്രാവശ്യം പറഞ്ഞ അല്ലാഹ് നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് തൗബയാ, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കമട്ടലല്ല, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കലല്ല. ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് വലിയൊരു ദുആയാ, അത് തൗബയാ. ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ് മതി നിന്റെ പാപം പൊറുക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ഓരോ ദിവസവും 100 കണക്കിന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 100-ൽ പരം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഒരു പാപം ചെയ്യാത്ത പ്രവാചകൻ പറയുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 വട്ടം പറഞ്ഞെങ്കിൽ നമ്മൾ 1,00,000 പ്രാവശ്യം പറയണ ദിവസം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അത് വെറുതെ പറഞ്ഞു കളയേണ്ട ഒരു ദിക്റല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മുത്തുനബി ഒരിക്കൽ സഹാബികളോട് പറഞ്ഞു ഇസ്തിഗ്ഫാർ പറയാൻ, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എണ്ണിക്കോ 70 പ്രാവശ്യം പറയണം, 70 പ്രാവശ്യം പറയണം എണ്ണാൻ പറഞ്ഞു. ഓരോ സഹാബികളും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ ഈ 70 എന്ന് എന്തിനാ പറഞ്ഞു? 70 എണ്ണം പറഞ്ഞല്ലോ, എന്താ ഈ 70 ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുന്നവന് 7 പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 പ്രാവശ്യം എല്ലാ ദിവസവും ആരെങ്കിലും ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവന് 7 പ്രതിഫലം കിട്ടും. അല്ലാഹു ആ 7 പ്രതിഫലവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇസ്തിഗ്ഫാർ പറയാനുള്ള നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു 70 പ്രാവശ്യം പറയുവോ? ഇന്നത്തെ വഅദ് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ നോക്കട്ടെ. ഒന്ന് നിയ്യത്ത് ചെയ്, 7 പ്രതിഫലം ഞാൻ പറയാം. പൊക്കും, കൈയല്ല കാല് വരെ പൊക്കും പ്രതിഫലം പറഞ്ഞു കഴിയുമ്പോൾ. നിങ്ങൾ വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും. 7 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ദുആയ്ക്കൊക്കെ അവിടെ മന്ത്രി, ആശുപത്രി കിടക്കുന്ന മന്ത്രി അയാളുടെ പേര് അയാൾ ഈ അടുത്ത കണ്ടില്ലായിരുന്നപ്പോ ദുആ ചെയ്യണം. മണിസാറ് പോലും പറഞ്ഞു ദുആ ചെയ്യണമെന്ന്, മഴയില്ലെന്ന്. ദുആ ചെയ്തപ്പോഴത്തേക്ക് ഒരൊറ്റ വരക്കം, പിന്നെ ദുആ ചെയ്ത് അല്ലാഹ് മതി മതി, അല്ലാഹ് മതി എന്ന്. അതാണല്ലേ. അപ്പൊ ദുആയ്ക്ക് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ 7 പ്രതിഫലം. ഒന്ന് എണ്ണിക്കോ. ഒന്നാമത്തെ പ്രതിഫലം, ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി നീ കിടക്കുന്നത് വരെ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര പാപം പൊറുക്കും? എത്ര പാപം? ഇന്നത്തെ ദിവസം നീ ചെയ്ത എത്ര പാപം? 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അത്രയും കഴിക്കളയാൻ പറ്റുമോ? ഒരൊറ്റ ദിവസം 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വം നമുക്ക് അറിയാഞ്ഞിട്ടാ. നമ്മളിൽ പലർക്കും അതിന്റെ വിലയും മഹത്വം അറിയില്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ മഴയില്ല, ഒന്ന് ദുആ ചെയ്യ്. അപ്പൊ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു വിട്ടു. അസ്തഗ്ഫിറുല്ലാഹ് പറ. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, തങ്ങളെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളായി, മക്കളില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറ.
മൂന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, കച്ചവടമൊക്കെ ആകെ തകർന്നിരിക്കാതെ തങ്ങളെ ദുആ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് പറ. അപ്പൊ ഇത് മൂന്നിനും ഒറ്റ കാര്യം പറഞ്ഞ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഇതെന്താ ഉസ്താദെ എല്ലാത്തിനും ഒരേ മരുന്ന്? ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി പോയാല് നമുക്കറിയാലോ, ആ മരുന്ന് കൊടുക്കുന്നവന്റെ മുന്നിൽ ഒരു പെട്ടിയുണ്ട്. ഏത് അസുഖത്തിന് പോയാലും അതിൽ നിന്നൊരു 4 എണ്ണം കിട്ടും. അതെന്താന്ന് എനിക്കറിയില്ല. ഏത് പനിയാണെങ്കിലും നെഞ്ചുവേനയാണെങ്കിലും ഇനി ഏത് രോഗത്തിന് പോയാലും അതിൽ നിന്നൊരു 4 എണ്ണം വാരിത്തരും. എന്തോ അത് കഴിക്കുമ്പോൾ രോഗവും മാറും. എന്താണെന്നറിയില്ല. അള്ളാഹു നമ്മളെ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാ കാര്യത്തിനും മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടം ഇല്ലെന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. ശിഷ്യൻ ചോദിച്ചു, എന്തേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞേ, എന്തേ ഇങ്ങനെ പറഞ്ഞേ? ആ സമയത്ത് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാണ് പറഞ്ഞത്. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും അൻഹാറാ. ഞാനല്ല പറഞ്ഞത്, ഖുർആനാ പറഞ്ഞത്. മഴ വേണോ? കിണറ്റിനകത്ത് വെള്ളം വേണോ? നിനക്ക് കുടിക്കാനുള്ള വെള്ളം വേണോ? പടച്ചവനെ അല്ലാഹുവേ, ഇന്ന് ജനങ്ങൾ ഇത്ര മഴ പെയ്തിട്ടും വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ലാത്തവരുണ്ട്. കുടിക്കാ വെള്ളമില്ലാതെ പടച്ചവനെ ഒരുപാട് കഷ്ടപ്പെടുന്ന കാലവാ. എങ്ങനെ കഷ്ടപ്പെടാതിരിക്കും? ഒരു വശത്ത് ജനങ്ങൾ കുടിക്കാ വെള്ളം കിട്ടുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ അവസാനമല്ല പൈപ്പിന്റെ ചുവടുകളിൽ അതാക്കി നിൽക്കുന്നു. ഇതുപോലെയുള്ള സംഘടനകള് പടച്ചവനെ വെള്ളം കയറ്റി വണ്ടി കയറ്റി കയറി ഓരോ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ അതാ പടച്ചവനെ കാണേണ്ട മറ്റൊരു കാഴ്ചയെന്നറിയുമോ? പൈസ കൊടുത്തിട്ട് കടയിൽ പോയിട്ട് സോഡ വാങ്ങിയിട്ട് ആ പൈസ കൊടുത്ത വെള്ളം പോലും വളരെ നിസ്സാരമായി അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ വെള്ളമുണ്ടല്ലോ, നിസ്സാരമായി കളിക്കുന്ന തമാശയ്ക്കും വേണ്ടി ഇന്ന് എന്റെ പ്രിയപ്പെട്ട യുവത്വം വെറുതെ കളയുന്ന കാലവാ, നിസ്സാരമായി കളയുന്ന കാലവാ. അല്ലാഹു നിനക്ക് കുടിക്കാ തരില്ലടാ. അല്ലാഹു ചെയ്ത നിഅമത്തിനെ ചവിട്ടി തേച്ചവനെ റബ്ബ് നിന്നെ കുടിക്കാ വെള്ളമില്ലാതെ ദുനിയാവിലിട്ട് പടച്ചവൻ നിന്നെ പാഠം പഠിപ്പിക്കുമടാ. കാരണം എന്തെന്നറിയില്ലേ? ഇൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. പടച്ചവൻ എല്ലാത്തിനും കഴിവുള്ളവരാ. പടച്ചവനെ വെള്ളമില്ലാതെ കിടന്ന് നെട്ടോട്ട് മൂടുന്നവര്, എത്ര കിണർ കുടിച്ചിട്ടും കുഴൽ കിണർ കുടിച്ചിട്ടും വെള്ളം കിട്ടാത്തവര് പറയടാ അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഭാര്യയോട് പറ വീടിന്റെ കത്തിരുന്ന് പറയാ, മക്കളോട് പറ വീടിന്റെ കത്തിരുന്ന് പറയാ. നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതേ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലെന്ന് പ്രയാസപ്പെടുന്നവര് എന്തിനാ ഹോസ്പിറ്റലിൽ പോയി പണം കളയുന്നത്? എന്തിനാ? വല്ലവന്റെ മക്കളെ എന്തിനാ ചുമക്കുന്നത്? എന്തിനാ സഹോദരാ? തരണമെന്ന് വിചാരിച്ച റബ്ബിന് തരാൻ കഴിവില്ലേ? മണ്ണിൽ നിന്നാണ് നിന്റെ വാപ്പയെ സൃഷ്ടിച്ചത്. നബി അല്ലാഹു സൃഷ്ടിച്ചത് പച്ച മണ്ണിൽ നിന്ന്. ഉമ്മയില്ലാതെ ഹവ്വാ ബീബി അല്ലാഹുവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഉമ്മയില്ലാതെ ഹവ്വാ ബീബിയെ സൃഷ്ടിച്ചു. വാപ്പയും ഉമ്മയും ഇല്ലാതെ ആദം നബിയെ സൃഷ്ടിച്ച അല്ലാഹ്, ഉമ്മയില്ലാതെ ഹവ്വാ ബീബിയെ സൃഷ്ടിച്ച അല്ലാഹ്, വാപ്പയില്ലാതെ ഈസാ നബിയെ സൃഷ്ടിച്ച അല്ലാഹ്. എന്റെ റബ്ബിന് കഴിവില്ലേ? 20ാമത്തെ വയസ്സിൽ മക്കളെ കൊടുത്ത റബ്ബല്ലേ, എന്തിനാ മോനെ പേടിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മക്കളില്ലാതെ കരയുന്നവരെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരെ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു.
കച്ചവടമൊക്കെ വല്ലാത്ത തകർച്ചയില. കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നവര് എന്തിനാ വെറുതെ ഇരിക്കുന്നത്? കച്ചവടമില്ലാതെ നീ നിന്റെ കടയ്ക്കകത്തിരിക്കുമ്പോ അടുത്തവന്റെ കടയിൽ കച്ചവടം നടക്കുന്നത് കണ്ടിട്ട് അവിടെ ഇരുന്ന് അസൂയപ്പെടുന്നതിന് പകരം, അവിടെ ഇരുന്നവനെ ശപിക്കുന്നതിന് പകരം, അവനെ തീങ്കാനയിലാകാ ദുആ ചെയ്യുന്നതിന് പകരം ആ കൗണ്ടറിൽ ഇരുന്നിട്ട് പറയടാ അസ്തഗ്ഫിറുല്ലാഹുല്ലദീ ഇസ്തിഗ്ഫാർ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. അല്ലാഹുവേ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ 3 പ്രതിഫലം എന്ത്? ഒന്ന്, വെള്ളം കിട്ടും. വീട്ടിലെ കിണറ്റില് വെള്ളമില്ല, പറ. കുടലക്കിണർ കുഴിച്ചിട്ടും വെള്ളമില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഉസ്താദേ മക്കളില്ല, ഉസ്താദേ എന്തിനാ മരുന്ന് പിടിക്കാൻ നടക്കണേ? മരുന്ന് കഴിച്ചാൽ മക്കൾ കിട്ടുമെന്ന് ആരാ നിനക്ക് പറഞ്ഞേ? ആരാ പറഞ്ഞേ? അത് അല്ലാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു. ഗർഭപാത്രം ഇല്ലാത്തത് കൊണ്ടോ കൗണ്ടിങ് കുറഞ്ഞത് കൊണ്ടൊന്നുമല്ല, അള്ളാഹ് കൊടുത്തില്ല, അത്ര തന്നെ. അതുകൊണ്ട് സഹോദര ഇസ്തിഗ്ഫാർ പറ, അള്ളാഹു നിനക്കും മക്കളെ തരും. 3 കച്ചവടമൊക്കെ തകർന്നു. ഉസ്താദെ കടക്കകത്തിരിക്ക, ഒന്നുമില്ല, കയ്യും കെട്ടിയിരിക്ക, ജോലി ചെയ്യുന്നവന് കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ല. അടുത്തവന്റെ കട നോക്കിയിട്ട് പ്രാവണ്ട, അവിടെ ഇരുന്ന തസ്ബീഹ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറ. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അടുത്ത പ്രതിഫലം, നിനക്കല്ലാഹു താങ്ങാൻ കഴിയാത്ത ദുഃഖം തരത്തില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ദുഃഖം അല്ലാഹു നിനക്ക് തരൂല. വല്ലാത്ത ദുഃഖം കണ്ടിട്ടില്ലേ പടച്ചവനെ? അയൽവാസികൾക്ക് പോലും, അല്ലാഹുവേ വന്ന കേൾക്കുന്നവർക്ക് പോലും വേദന തോന്നുന്ന ചില ദുഃഖങ്ങൾ. എന്റെ ഒരു പ്രിയ സുഹൃത്ത് സിദ്ദീഖ് എന്ന് പറഞ്ഞ് കാസർഗോഡ് ജില്ലക്കാരനാ. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാടും പരിസരവും വല്ലാത്ത വേദനയില്ല. കാരണം 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് പനി വന്നിട്ട് മരണപ്പെട്ടു. 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു പനി വന്നിട്ട് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന്റെ അടുത്ത ദിവസം 4 വയസ്സുകാരനായ സഹോദരനും പോയി. ഒരു കുടുംബത്തിൽ 2 മരണം. 8 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. അത് കഴിഞ്ഞപ്പോ 4 വയസ്സുള്ള കൂടപ്പറപ്പ് മരിച്ചു. ഉസ്താദേ ആ 2 മക്കളുടെയും ഉമ്മ ഐസിബിൽ കിടക്കാ ദുആ ചെയ്യണേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദര, താങ്ങാൻ കഴിയാത്ത വേദനകളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാം കഴിഞ്ഞില്ലേ നിന്റെ സന്തോഷം? നിന്റെ ഈ അടിച്ചുപൊളിയും നിന്റെ ചിരിയും നിന്റെ സമ്പാദ്യവും എല്ലാം പോയില്ലേ? നിന്റെ മകന് ക്യാൻസർ ആണെന്ന് പറയുന്ന ഒരു രംഗം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ പൊന്നുമോൻ, നീ ഇത്രയും കാലം പോറ്റി വളർത്തിയ നിന്റെ പൊന്നുമകന് ക്യാൻസറാ, ട്യൂമറാ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ സഹിക്കാൻ കഴിയും സഹോദര? വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്ന മക്കൾ, ആ മക്കളെ കണ്ടാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയോ? നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ കുടുംബത്തിന്റെ നമ്മുടെ മക്കളെ എങ്ങനെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയും? എങ്ങനെ? അല്ലാഹുവേ, കഴിഞ്ഞ ആഴ്ച കടുവാപ്പള്ളിയിലെ KTC ഹോസ്പിറ്റലിൽ എന്റെ മകനെ ഞാൻ കാണിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വണ്ടി പള്ളിയിലെ കടുവാപ്പള്ളിയിലെ വണ്ടി ഓടിക്കുന്ന സജീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, തന്റെ 46 ദിവസം പ്രായമുള്ള കുഞ്ഞ്, അല്ലാഹുവേ, രാത്രി കിടന്നുറങ്ങിയതര രാവിലെ ഉമ്മയെടുത്ത് നോക്കുമ്പോ കൈ അനങ്ങണില്ല, തണുത്തിരിക്കുന്നു. 46 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, അല്ലാഹുവേ പടച്ചവനെ, പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോ തൊണ്ടയിൽ എവിടെയോ കുരുങ്ങിയിട്ട് ആ കുഞ്ഞു മരണപ്പെട്ടു പോയി. ഏറ്റവും സങ്കടം തോന്നിയത്, അല്ലാഹുവേ, ഞാൻ അവിടുത്തെ ചെയർമാനെ വിളിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ ആ കുഞ്ഞിന്റെ ജനാസ കുളിപ്പിക്കുന്നിടത്ത് നിൽക്ക, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കുളിപ്പിക്ക. 46 ദിവസം മാത്രം പ്രായമുള്ള ആ കുടുംബത്തിന്റെ രംഗമൊന്ന് ചിന്തിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അസ്തഗ്ഫിറുല്ലാഹ് പറ. നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി.
നിന്റെ നാവ് കൊണ്ട് നീ ചെയ്ത പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബ് നിന്നോട് കരുണ കാണിക്കും, നിന്നോട് അല്ലാഹു ദയ കാണിക്കും, നിനക്കൊരു പരിഗണന നൽകും. അല്ലെങ്കിൽ ആരുണ്ട് എന്റെ ജീവിതത്തിൽ അല്ലാഹുവേ, സ്വന്തം മക്കള് ക്യാൻസർ പിടിച്ചിട്ട് കിടന്ന് കരയുമ്പോ, ട്യൂമർ പിടിച്ചിട്ട് കരയുമ്പോ, മാ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെഞ്ചുപൊട്ടി കരയുമ്പോ കട്ടിലിന്റെ സൈഡിൽ മാറി നിന്നിട്ടിരുന്ന് കരയാനല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് കഴിയും സഹോദര? അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറ, അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. 2 നബി അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല, അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടൂല, നിന്നെ റബ്ബ് ഒറ്റപ്പെടുത്തൂല. ചില സമയം തോന്നും, അല്ലാഹുവേ മരിച്ചാ മതി റബ്ബേ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ചില രംഗങ്ങളുണ്ട്, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ചില രംഗങ്ങൾ എല്ലാരും ഉണ്ട്, എങ്കിൽ ആരുമില്ലാത്ത ചില രംഗങ്ങൾ. ഞാനൊരു പ്രിയപ്പെട്ട രോഗം പിടിച്ച് കിടക്കുന്ന ഒരു വാപ്പയെ കാണാൻ ചെന്നപ്പോ, ഒരുപാട് വർഷം ഗൾഫിൽ കിടന്ന സഹോദരൻ അവസാനം ക്യാൻസർ വന്നിട്ട് വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുമ്പോ അടുത്ത് ചെല്ലുമ്പോ പറയുന്നു, ഉസ്താദേ എന്റെ മോൻ എന്റെ കഴുത്തിൽ പിടിച്ച് നെരിക്കുന്നു, ഉസ്താദേ എന്റെ കഴുത്തിൽ പിടിച്ചിട്ട് എന്റെ മോൻ എന്നെ നെക്കുകയാ, എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്ത് കൈകൊണ്ടിടിക്കുന്നു, എന്നെ ചവിട്ടുന്നു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യൂ, ഞാനൊന്നും മരിക്കാൻ. വീടിന്റെ അകത്ത് കിടന്ന് കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുമ്പോ കൂടെ കിടന്നവക്ക് നിന്നെ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് അവള് കുത്തുവാക്കി ഇങ്ങനെ പറയും, ഇടയ്ക്കിടയ്ക്ക് നിന്നിൽ നിന്ന് സുഖവും പണവും കിട്ടാതെ വരുമ്പോ, നിന്റെ ഭാര്യക്ക് നിന്റെ മൂത്രവും കാഷ്ടവും ഭാര്യ മടുക്കുമ്പോ, നിന്റെ ഭാര്യയുടെ കുത്തുവാക്കുകൾ നിനക്ക് പലപ്പോഴും കേൾക്കേണ്ടി വരും. ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു പോകുന്ന രംഗം അപ്പോഴാ. സ്വന്തം മക്കള് ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ വാപ്പ ഒന്ന് മരിച്ചാ കൊള്ളായിരുന്നു റബ്ബേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ഇന്ന് നിനക്ക് ഭാര്യയും മക്കളുമുണ്ട്. ഇന്നത്തെ രാത്രി നിന്റെ പ്രിയപ്പെട്ട ഭാര്യ 3 മക്കളെയും നിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് നാളെ ഉച്ചയ്ക്കങ്ങ് ഓച്ചിറ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പോയാ, നാളെ വൈകുന്നേരം 3 മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിന്റെ അകത്തിരിക്കുമ്പോ ഏറ്റവും ഇളയ മകൻ ചോദിക്കുന്നു, വാപ്പ ഉമ്മച്ചിയെ കാണണപ്പാ, എനിക്ക് എന്റെ ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞ ആ മക്കളെ ഇങ്ങനെ കെട്ടിച്ച് വിട്ടിപ്പിടിച്ച് കരയാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പറ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അസ്തഗ്ഫിറുല്ലാഹയുടെ ഒരു പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരാ, അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരാ. മുത്തുനബി പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയും നിന്റെ മക്കളോടും നിന്റെ ഭാര്യയോടും പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവേ ഓരോ കുടുംബനാഥനും തന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നിനക്കല്ലാഹു റിസ്ക് തരും, നിനക്കല്ലാഹു ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ നിനക്ക് ഭക്ഷണം തരികയാ, അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുകയാ. പട്ടിണി കിടക്കേണ്ട, മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട. ചില പള്ളിയിൽ നാളെ ജുമാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ നിനക്കൊരു രംഗം കാണാ, പള്ളിയുടെ ലെറ്റർ പേടും പിടിച്ചുകൊണ്ട് പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്ന എത്രയോ പാവങ്ങളെ കാണുന്നവരാ, അവര് ഗതികേട് കൊണ്ട് വരുന്നവരാ, ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് വരുന്നവരാ. ഓരോ വീടിന്റെ മുന്നിൽ കയറിയിട്ട് പിരിവെടുക്കുന്ന പാവങ്ങളെ കണ്ടിട്ടുണ്ട്. സ്വന്തം മക്കൾക്ക് അന്നം കൊടുക്കുന്നതിന് വേണ്ടി പടച്ചവനെ അല്ലാഹ് വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ നട്ടുച്ച സമയത്ത് സിഗ്നലുകൾ, അതാ വണ്ടികളെ സിഗ്നലുകളിൽ നിർത്തുമ്പോ അന്യ സംസ്ഥാനത്തിൽപ്പെട്ട പാവപ്പെട്ട പെണ്ണുങ്ങളുണ്ടല്ലോ, തന്റെ പൊന്നാര മക്കളെ ഒരു
ഒരു സാളിൽ ഇങ്ങനെ അതാ തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് ആ നട്ടുച്ച വെയിലത്ത് ഞാനും നിങ്ങളും ഏസിക്കകത്ത് വണ്ടിക്കകത്തിരിക്കുമ്പോ ആ ഉച്ച സമയത്ത് പോലും നിന്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ തട്ടിയിട്ട് എന്തെങ്കിലും തരടേ എന്റെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് യാചിക്കുന്ന അമ്മമാരെ കാണുന്നവരാ. അതുകൊണ്ട് പെങ്ങളെ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ, നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിലല്ലേ പൈസ കിട്ടൂ, പൈസ കിട്ടിയാലല്ലേ നിനക്ക് ഭക്ഷണമുണ്ടാകൂ. അപ്പോ നീ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു പ്രതിഫലം കൂടെ പറയാ, ഒരു പ്രതിഫലം കൂടെ പറയാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന ഒരു പ്രതിഫലം പറയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നിനക്ക് റബ്ബ് തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു സന്തോഷമുള്ള ജീവിതം വേണ്ടേ, സമാധാനമുള്ള ജീവിതം വേണ്ടേ? ആഗ്രഹിക്കാത്തതാരാട്? കയറിക്കിടക്കാ വീടുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, കിടക്കാ സൗന്ദര്യറാണിയായ പെണ്ണുണ്ട്, വീടിന്റെ മുന്നിൽ പടച്ചവന് കളിക്കുന്ന മക്കളുണ്ട്, നിനക്കുണ്ട്. പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല. പണമുണ്ടെന്ന് പറഞ്ഞിട്ട്, സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, കുടുംബമഹിമയുണ്ടെന്ന് പറഞ്ഞിട്ട്, സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. സമാധാനമില്ലെങ്കിൽ ജീവിതം നരകമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ കടിച്ചാ വയറ് നിറയുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുണ്ട്, ഭാര്യയുടെ കൂടെ കിടന്നാൽ തൃപ്തിപ്പെടണ്ട്, മക്കളെ കാണുമ്പോ കണ്ണിന് കുളിർമയുണ്ടാകണ്ട്, മനസ്സിന് സമാധാനമുണ്ടാകണ്ട്, ഞാലുറക്കം വരണ്ട്. നിനക്കൊരു നല്ല ജീവിതം നേടോ. ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ ഇരുന്നിട്ട് പറയണം അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു സമാധാനമുള്ള ഒരു ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ഏഴാമത്തെ പ്രതിഫലം എന്താ? അസ്തഗ്ഫിറുല്ലാഹ് പറയാ തീരുമാനിച്ചവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറയാ തീരുമാനിച്ചവരെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഏഴാമത്തെ പ്രതിഫലം എന്താ? ഒന്ന് നിയ്യത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ, ഒന്ന് കൈവക്കാ പറഞ്ഞപ്പോ അടികാടിച്ച വാപ്പാ, അടികാടിച്ച ചെറുപ്പക്കാരാ, ഒരു ഇൻഷാ അല്ലാഹ് പറയാ പോലും മനസ്സില്ലാത്ത പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ ഇലാ അജലിൻ മുസമ്മാ. ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരു നല്ല മരണമാ, ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലെ പകലിലോ അല്ലാഹുവേ മരിക്കാ കൊതിക്കാത്ത ആരെങ്കിലുമുണ്ട്? ഒരു നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? അതിനല്ലേ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മൗത്തിനെ കണ്ടുമുട്ടുമ്പോ അസ്റായില് കണ്ണിന്റെ മുന്നിൽ വന്നിട്ട് അതാ കാലിന്റെ തള്ളപെരണ മുതൽ റൂഹ് പിടിച്ച് അവസാനം ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ അവസാനമാ തൊണ്ടക്കുടിയിൽ നിന്ന് അതാ മലക്കുൽ മൗത്ത് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഉറക്കെ പറഞ്ഞിട്ട് മരിക്കാ കൊതിയില്ലേ? ഉറക്കെ പറഞ്ഞിട്ട് മരിക്കാൻ ആഗ്രഹമില്ലേ? അതുകൊണ്ട് പെങ്ങളെ ഇസ്തിഗ്ഫാർ പറയുന്ന പെണ്ണ്, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ഉപ്പ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും ബാപ്പാ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ നാവുകൊണ്ട്, അല്ലാഹുവേ തൗബ ചെയ്ത നാവുകൊണ്ട് നിനക്ക് പറയാൻ കഴിയുമല്ല പടച്ചവനെ ഒരു നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഒരു നല്ല മരണം തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം മോച്ചറ പള്ളികളെ കബറസാലിൽ കൊണ്ടുപോയി കബറടക്കുന്നവരാ. എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടവരാ, എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടവരാ. കൊതി തോന്നിയിട്ടില്ലേ? എനിക്കും അതുപോലെ മരിക്കാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, ഇലാ അജലിൻ മുസമ്മാ, നിനക്ക് അല്ലാഹു നല്ല ഒരു സമയം വരെ നിന്നെ മാറ്റി വെക്കുകയാ, നിനക്കൊരു നല്ല മരണം തരുമെന്ന് അതാ മുഫസ്സിരീങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് അത് വെറും ഒരു ദിക്റല്ല, അത് വെറും ഒരു ദിക്റല്ല, അതൊരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറയണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല 70 പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ ഇസ്തിഗ്ഫാർ പറയാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ.